ഗായ്സ് നമ്മുടെ വണ്ടിയുടെ ഫുൾ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. വീലാർച്ചൊക്കെയാണ് ഇനി പെയിൻറ്റ് അടിക്കാനുള്ളത്, ബ്ലാക്ക് അതേപോലെ വീൽ ഡിസ്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് വാട്ടർ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇറക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ വണ്ടിയുടെ ഞാനൊരു വാക്ക് അറൗണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ സ്പോട്ടിൽ വന്ന് നിർത്തിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ആയിരിക്കും. അതായത് ഇത് നമ്മൾ വീട്ടിലിട്ട് ബാക്കി ഫിറ്റിങ്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ്, പിന്നെ അതേപോലെ ഫിറ്റിങ്സ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഓഫ് റോഡ് പോകുന്നതിൻ്റെ വീഡിയോസ്, അതെന്ന് വെച്ചാൽ ഹെവി ഓഫ് റോഡ് അല്ലെങ്കിലും ചെറിയ ചെറിയ ഓഫ് റോഡുകളൊക്കെ പോകുന്നതിൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പെട്രോഹെഡ് മോട്ടോ ഗാരേജ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രാക്സിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ട്രാക്സ് സെക്കൻഡ് കോട്ട് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് വണ്ടി അവിടെ നിന്ന് നൈസായിട്ട് ഇറക്കി ഒന്ന് ഓട്ടോ വാഷൊക്കെ ചെയ്തിട്ട് അണ്ടർ ബോഡി ഒന്ന് ഓട്ടോ വാഷൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നൈസായിട്ട് പിടിപ്പിക്കാൻ തുടങ്ങുന്നതിൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിക്കുന്നതിൻ്റെ വീഡിയോ തന്നെയുണ്ട് കാണിക്കുന്നത്. ഫൈനൽ കോട്ട് ഇന്ന് അടിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തും. നമ്മളങ്ങനെ നമ്മുടെ ട്രാക്സ് പെയിൻറ്റ് അടിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തച്ചമ്പാറയിൽ ഷെരീഫ് ഖാൻ്റെ പെയിൻറ്റിങ് ഷോപ്പിലായിട്ടുള്ളത്. അപ്പോൾ അതേണ്ടല്ലേ ഇപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മളെ ഷെരീഫ് ഖാൻ. ഇരിക്കുക, പേരെന്ന് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്ത്. എൻ്റെ പേര് അലിക്കാണ്. നമ്മുടെ വണ്ടിയുടെ ഇത് ഇപ്പോൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റ് അടിക്കാനുള്ളത്. വണ്ടിയുടെ ഇത് വർക്കും കാര്യങ്ങളൊക്കെ ഫൈനല്, അതായത് സെക്കൻഡ് കോട്ട് അടിക്കാനുള്ള ഫുൾ സെറ്റപ്പിലാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അടിക്കില്ലേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെരീഫ് ഖാൻ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻറ്റീരിയറൊക്കെ പെയിൻറ്റ് അടിച്ച് നമ്മുടെ ഇക്കുണ്ട് ഇവിടെ. ഇക്ക പേരെന്ന് പറയാം ഷബീർ ഖാൻ. കോട്ട് പുട്ടി ഇട്ടെടുത്ത് വീണ്ടും പ്രൈമർ നൈസായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ സെക്കൻഡ് കോട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അടിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ വണ്ടി ഇറങ്ങാൻ പോകും കേട്ടോ. അതായത് കഴിഞ്ഞ ലോക്ക്ഡൗണിനാണ് നമ്മൾ വണ്ടി എടുത്തത്. അതായത് സെക്കൻഡ് ലോക്ക്ഡൗണിനെങ്ങാണ്ടാണ് നമ്മൾ വണ്ടി കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറേ കാലം നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് അങ്ങനെ അവിടെ കിടന്നായിരുന്നു. ഒരുപാട് ഡിലേ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പാർട്സ് സോഴ്സ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഓരോ സാധനങ്ങൾ അതായത് നമ്മളെല്ലാം കിട്ടിയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അണ്ടർ പാർട്സൊക്കെ പല സാധനങ്ങളും നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും അവിടെ നിന്നൊക്കെ ഗൂർക്കയുടെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡിലേ വന്നു വണ്ടിയുടെ പാർട്സിനൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കുറേയൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തത്. അത് കഴിഞ്ഞ് ലെയ്ത്ത് വർക്കുള്ള വർക്കുകൾ മാത്രമാണ് നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യിച്ചിട്ടുള്ളൂ കേട്ടോ. ലെയ്ത്തിൽ കൊണ്ടേ കൊടുത്ത് ചെയ്യാനുള്ള വർക്കുകൾ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞ് ബാക്കി ഫിറ്റിങ്സൊക്കെ ചെയ്ത് ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിലാക്കിയിട്ട് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒരുപാട് പേര് നമ്മുടെ വണ്ടി വർക്ക് ചെയ്യുന്നത് ഈ വർഷം തീരുമോ കഴിഞ്ഞ വർഷം തീരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറൊരു വണ്ടിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തീരുക. കാരണം ഇതിൻ്റെ പാർട്സ് സോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ടാസ്ക്കായിട്ട് എനിക്ക് വന്നത് കേട്ടോ. കാരണം ഫുൾ ഒറിജിനാലിറ്റിയിൽ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെറിയ 2 വ്യത്യാസങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഒന്ന് ജസ്റ്റ് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. അതുപോലെ ഈ വീലാർച്ച് കണ്ടോ, വീലാർച്ചിൻ്റെ ഒരു സൈഡിലേക്ക് വരുന്നൊരു പോർഷനും കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അത് മാത്രമാണ് ഈ വണ്ടിയിൽ വന്നേക്കുന്ന ഒരു മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിനകത്ത് ഒറിജിനാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റോക്കിലാണ്. ഈവൻ ഇത് അഗ്ലി വീൽ ക്യാപ്പ് പോലും നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ വീൽ ക്യാപ്പ് ബോറാന്നാണ് പറഞ്ഞത്, വണ്ടിയുടെ ഒറിജിനൽ വീൽ കപ്പ്. അപ്പോൾ ആ സാധനം പോലും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സ്റ്റോക്കായിട്ട് ഈവൻ നമ്മുടെ സ്റ്റിയറിംഗ് ആണെങ്കിലും വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ളത് അതിനുള്ളിൽ ഹോൺ ബട്ടൺ ആണെങ്കിൽ കൂടെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഫുൾ സ്റ്റോക്കിലാണ് വണ്ടി ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ വണ്ടിയുടെ ഫുൾ പാർട്സ് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പെയിൻറ്റ് അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിട്ട് തന്നെയാണ് ബാക്കി സെറ്റിങ്സ് മൊത്തം ചെയ്യുന്നത്. ആകെ 2 വർക്കാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ പോയി ചെയ്യാനുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ വർക്കും പിന്നെ അതേപോലെ ഡോറിൻ്റെ ലോക്കിൻ്റെ സെറ്റിങ്സും. അത് രണ്ടുമാണ് നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈവൻ വയറിങ് ആണെങ്കിൽ കൂടെ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് ഫുൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. ഒരുപാട് പേര് നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ നിന്നൊക്കെ മനസ്സിലായിരുന്നു. പിന്നെ അത് മാത്രമല്ല കുറേ പേർക്ക് നമ്മളിങ്ങനെ വീഡിയോ ഡിലേ ആക്കുന്നതിനകത്ത് ഭയങ്കര നമ്മളോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കും എത്രയും പെട്ടെന്ന് ഇതൊന്ന് പണിത് ഇറക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്താണെങ്കിലും ഈ വണ്ടിയുടെ വീഡിയോ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ പെയിൻറ്റ് അടിക്കുന്നത് കണ്ടിട്ട് വരാം. ഇത് വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് രണ്ടാമത് സ്പോട്ട് പുട്ടിയൊക്കെ ഇട്ട് ഫുള്ള് ലെവലാക്കി. നമ്മൾ ഉള്ളിൽ കഴിഞ്ഞ ദിവസം പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തെ ഫസ്റ്റ് കോട്ട് ഇന്നലെ അടിച്ചു. Let's have a bit of fun till I die.
let's have a bit of fun till I downfall. My love, if you feel like I do right now, don't say you're on the run to the other side. My love, you say you wanna try, but you never do. Sugar, there's a reason why we lose. You say you wanna try, but you never do. Sugar, there's a reason why we lose. You say you wanna cry, but you never do. Sugar, there's a reason why we lose. ഗായ്സ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് അങ്ങനെ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലിയറാണ്, ക്ലിയർ കോട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് പോളിഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സാധനങ്ങൾ കംപ്ലീറ്റ് ബ്ലാക്ക് അടിക്കാനുള്ള കേട്ടോ. ഈ ചാക്കിനകത്തിരിക്കുന്നു. പിന്നെ ഇതൊക്കെ ഇത് അവിടെ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി നമുക്ക് വളരെ സ്പീഡിൽ പെട്ടാന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും കേട്ടോ. നല്ല പെയിൻറ്റിൻ്റെ സ്മെല്ലുണ്ട്. അതാണ് ഈ മാസ്ക് യൂസ് ചെയ്തേക്കണേ. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് അങ്ങനെ ഇന്നത്തോടുകൂടി ഫിനിഷ് ചെയ്തു കേട്ടോ. അതായത് ബോഡി പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കുറച്ച് ബ്ലാക്ക് കളർ അടിക്കാനുള്ള ഗ്രില്ല്, സൈഡ് മിറേഴ്സ്, മീറ്റർ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇനി പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ അല്ല പറയാം. പിന്നെ ഒരു പോളിഷിങ് കൂടെ ഉണ്ട്. ഇപ്പോൾ ക്ലിയർ അടിച്ചേക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിക്കകത്ത് ചെയ്യാനായിട്ട് ബാക്കിയുള്ളൂ കേട്ടോ. ഇത്രയാണ് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് പെയിൻറ്റിങ്ങിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വർക്കുകളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് തന്നെയാണ്. ബാക്കി കംപ്ലീറ്റ് പാർട്സുകളും ഇലക്ട്രിക്കൽ പാർട്സ് അതേപോലത്തെ സാധനങ്ങളെല്ലാം സോഴ്സ് ചെയ്ത് നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോസ് എല്ലാം ആയിട്ട് കാണാം. അതുവരെ